വൻ റിസ്ക്കാണ്. മഴയും ഒടുക്കത്തെ കാറ്റും. അതാണ് ക്യാമറ വരെ കൈവിട്ട് പോകുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചില്ല. പതിവ് പോലെ ഞായറാഴ്ചത്തെ കറക്കം. ടീംസ് എല്ലാം കൂടെ എത്തി, വന്ന് വണ്ടി കയറി, വീട്ടിൽ നിന്ന് നേരെ വണ്ടി എടുത്തു. കൈലാസഗിരിക്ക് പോകാനുള്ള തീരുമാനത്തിലാണ് വണ്ടി എടുത്തേക്കുന്നത്. അങ്ങനെ മുണ്ടക്കയം എത്തി. റോഡിലാണെങ്കിൽ അത്യാവശ്യം തിരക്കുമുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും. കാലാവസ്ഥയാണെങ്കിൽ ശരിക്കും മാറിയിട്ടുമുണ്ട്. മഴ പെയ്യുമെന്നത് ഉറപ്പാണ്. മുന്നോട്ട് ചെല്ലുന്നതനുസരിച്ച് കോടയും ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വളഞ്ഞെങ്ങാനും വെള്ളച്ചാട്ടം എത്തി. വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങണ്ട, നേരെ പോയേക്കാന്നായി. എല്ലാ തവണയും ഇതിലെ കടന്നു പോകുമ്പോഴത്തേക്കും ഇവിടെ ഇറങ്ങി ഒരു ചായ കുടിച്ചിട്ട് പോകുന്നത് പതിവാണ്. അതിപ്പോൾ തിരിച്ചു വരുമ്പോൾ ആകട്ടെ എന്ന് വെച്ചു. കുട്ടിക്കാനത്തിന് തൊട്ട് താഴെയായി ഒരു സൈഡ് കണ്ടപ്പോഴത്തേക്കും വണ്ടി ഒന്ന് ഒതുക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും വണ്ടിയിലേക്ക് കയറി നേരെ കുട്ടിക്കാനം ടൗൺ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു രക്ഷയുമില്ലാത്ത കോടയായിരുന്നു. നല്ല തണുപ്പും. അവിടെ നിന്ന് നേരെ കുമളി റോഡിലോട്ട് വണ്ടി തിരിഞ്ഞു. മഞ്ഞിന്റെ കൂടെ മഴയും കൂടെ പെയ്യാൻ തുടങ്ങി. അടിപൊളി കാലാവസ്ഥ തന്നെ. പാമ്പനാർ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇടത്തോട്ടൊരു വഴി കാണും. അത് തിരിഞ്ഞ ഉടനെ വലത്തോട്ട് കയറുന്നു. അതായത് നമ്മുടെ ചാർലിക്കുളമൊക്കെ പോകുന്ന റൂട്ട്. അതിലേ കയറിയാണ് നമ്മൾ ഈ പ്രാവശ്യം കൈലാസഗിരിക്ക് പോകുന്നത്. ആ വഴി നേരെ കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഒരു കവല കാണും. അവിടെ നിന്ന് നേരെ ലെഫ്റ്റ് എടുക്കുക. ആ വഴി നേരെ എത്തുന്നത് ചാർലിക്കുളത്തിന്റെ സൈഡിലോട്ടാണ്. ഞങ്ങളാണെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് പോകുന്നത്. എവിടെ എത്തുമോ എന്തോ. എന്തായാലും ഗൂഗിൾ മാപ്പ് ഇട്ടേക്കുന്നത് ആശിക്കുക. അതുകൊണ്ട് തന്നെ മിക്കവാറും വഴി തെറ്റാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ദേ ഈ കാണുന്ന വഴി കൂടെ കയറി പോകുന്നതാണ് ചാർലിക്കുളം. ഞങ്ങൾ എന്തായാലും ചാർലിക്കുളത്തിലേക്ക് പോകുന്നില്ല. ഞങ്ങളുടെ ലക്ഷ്യം എന്നത് കൈലാസഗിരിയാണ്. അങ്ങനെ വണ്ടി മുന്നോട്ടെടുത്തു. അതിന്റെ തൊട്ടടുത്തായി ഒരു ചായക്കടയുടെ ബോർഡ് കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് കയറി. എന്തായാലും നല്ല അടിപൊളി ആംബിയൻസിലുള്ള ഒരു ചായക്കട. അകത്തോട്ട് കയറിയപ്പോൾ തന്നെ എല്ലാവന്മാരും ചായക്കും പറഞ്ഞ് അകത്ത് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അങ്ങനെ ചായ എത്തി. പിന്നെ ചായയുമായിട്ട് നേരെ പുറത്തിറങ്ങി. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആ തണുപ്പൊക്കെ ആസ്വദിച്ച് അവിടെ നിന്ന് ചായയും കുടിച്ചു. അങ്ങനെ ചായ കൂടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീണ്ടും വണ്ടിയിലേക്ക് കയറി. അവിടെ നിന്ന് വണ്ടി എടുത്തു. ഇവിടുന്ന് കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോഴത്തേക്കും വേറൊരു ജംഗ്ഷൻ വരും. അവിടെ നിന്ന് ഈ ഒരു കോൺക്രീറ്റ് റോഡ് കാണും. ഇത് നേരെ കയറി പോകുന്നതാണ് കൈലാസഗിരിക്ക്. കുറച്ച് ദൂരം അങ്ങ് ഓടി ചെന്ന് കഴിയുമ്പോഴത്തേക്കും കോൺക്രീറ്റ് ഒക്കെ അങ്ങ് തീരും. പിന്നീട് ചെറിയൊരു ഓഫ് റോഡാണ്. അധികം വലുതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ കൈലാസഗിരിയുടെ താഴെ എത്തി. ഇവിടുന്ന് വണ്ടി ഇട്ടിട്ട് ഇനി നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് വേണ്ടത്. വണ്ടി ഒതുക്കി എല്ലാവരും പുറത്തിറങ്ങി. ഇവിടെ നിന്ന് നടക്കാന്ന് വെച്ചു. പുറത്തിറങ്ങിയപ്പോ തന്നെ ഒരു രക്ഷയുമില്ലാത്ത കാറ്റ് വീശാൻ തുടങ്ങി. അതിന്റെ കൂടെ മഴയും. പണി ഉറപ്പാളെ എങ്ങോട്ട് പോവാ? കാറ്റ് തീന നോക്കിട്ട് കയറാവേ. ഒരുത്തനാണെങ്കിൽ കാറ്റിന്റെ ശക്തി കാരണം ഇതേ സൈഡിൽ പോയി ഒളിച്ചു ഇരിപ്പുണ്ട്. കാറ്റിന്റെ ശക്തി കുറച്ച് കുറഞ്ഞപ്പോൾ ഞങ്ങൾ പതിയെ നടക്കാൻ തുടങ്ങി. പക്ഷെ മുകളിലോട്ട് കയറുന്നതനുസരിച്ച് കാറ്റിന്റെ ശക്തി കൂടുകയും ചെയ്യും. കാറ്റ് രക്ഷയില്ല. എന്റെ മോനെ ഇമാതിരി നോക്കാൻ കൂടി ഒരുത്തരും വരല്ലേ. ഞങ്ങള് വന്നു വീഴാതൊക്കെ കയറുമ്പോക്കോളെ. ആശിക്കാണെങ്കിൽ വഴി മാറിപ്പോയി കയറാൻ പറ്റാതെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങളെല്ലാം അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഏതൊക്കെ വഴി കൂടെ നടക്കാൻ തുടങ്ങി. ഇതാണ് അവസ്ഥ. ഷറഫാണ് കുറച്ചുകൂടെ മുന്നോട്ട് കയറിയിട്ട് ഞങ്ങളെ വിളിച്ചു. അവിടെ വന്ന് നിൽക്കാം, അവിടെ അധികം കാറ്റടിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ അങ്ങോട്ട് ചെന്നു. സുഹൃത്തുക്കളെ, ഇവിടെ വന്നിട്ട് ഇതൊക്കെ എങ്ങനെയാണ് കാണാതെ പോകുന്നത്? മുകളിലായിട്ടാണ് കൈലാസഗിരിയുടെ ആ വ്യൂ പോയിന്റ് വരുന്നത്. ക്യാമറ വരെ കൈവിട്ട് പോകുന്നു. എന്തായാലും കൈലാസഗിരിയുടെ മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി. അതുപോലെയാണ് കാറ്റ് വീശുന്നത്. ഇവിടെ ചായക്കടയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. തണുപ്പ് കാരണം എല്ലാവന്മാരും നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഒരു കാര്യം മനസ്സിലായി, മഴക്കാലത്ത് എന്തായാലും ഇതുപോലുള്ള സ്ഥലത്തോട്ട് വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന്.
ഞങ്ങളിതേ തിരിച്ചിറങ്ങുകയാണ്. ഒരു രക്ഷയില്ല. കയറാൻ എന്ന് പറഞ്ഞ പ്ലാൻ എന്ന് പറഞ്ഞാൽ മഴയും ഒടുക്കത്തെ കാറ്റും. അതാണ് തണുത്ത് വിറയ്ക്കും. അതാണ് താഴെയിറങ്ങുമ്പോൾ ബാക്കി ആരൊക്കെ വീഴുമെന്നൊക്കെ അറിയാം. കയറിയതിനെക്കാട്ടിലും നല്ലൊരു പാടായിരുന്നു തിരിച്ചിറങ്ങാൻ വേണ്ടി. എന്തായാലും ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ തെന്നാതൊക്കെ ഇതേ നടന്ന് പോകുന്നുണ്ട്. പാറയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിൽ ഇറങ്ങാൻ തന്നെ നല്ല ടാസ്ക്. ഒരു രക്ഷയില്ല. മഴക്കാലം പ്രമാണിച്ച് അതെന്നതൊന്നുമില്ല. അങ്ങനെ എങ്ങനെയോ ഞങ്ങള് ഒരു വിധത്തിൽ കറങ്ങി തിരിഞ്ഞ താഴെ എത്തി. അപ്പം മഴക്കാലത്ത് വരാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. വന്നു കഴിഞ്ഞാൽ അവസ്ഥ ഇതായിരിക്കും. അതെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ജീവൻ കിട്ടിയോണ്ട് തിരിച്ചെത്തി. മഴയും കാറ്റും തണുപ്പും കാരണം കൈലാസഗിരിയുടെ ഫുള്ളായിട്ട് അങ്ങ് കാണാൻ പറ്റിയില്ല. ഇച്ചാപ്പൻ പറഞ്ഞു ഒരു ദിവസം വന്ന് ഇതിന്റെ മുകളിൽ എന്തായാലും കയറണമെന്ന്. കാലാവസ്ഥയൊക്കെ മാറിയിട്ട് വരാമെന്ന് ഞാനും പറഞ്ഞു. ഇവിടുന്ന് വണ്ടി എടുത്തു. ഇനി നേരെ വീട്ടിലോട്ട്.